വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ലഡു എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ലഡു ഉണ്ടാക്കുവാനായി ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാട്ടോ. കണ്ടോ? ഇനി നമുക്കിത് ഒരു 2-3 മിനിറ്റ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൽ ചെറിയ ജലാംശമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ജലാംശമൊക്കെ പോയി കണ്ടോ. ഇപ്പോൾ 2 മിനിറ്റ് നേരം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ള് റെഡ് ഫുഡ് കളറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുഡ് കളർ ഇടണം എന്നില്ല നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്തതാട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നുറുക്ക് ഗോതമ്പ് ഇതിൽ കിടന്ന് നന്നായി വെന്ത് വരണം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലഡു ആകുമ്പോൾ മധുരം വേണമല്ലോ. നമ്മൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തത് അതേ കപ്പ് തന്നെയാണ് കേട്ടോ ഇതിനെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. ഇപ്പോൾ ഒരുവിധം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ല തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഇത് വിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് ഒരുവിധം ആറിയിട്ടുണ്ട്. മുഴുവനായിട്ട് തണുത്ത് പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് ചൂട് വേണം, എന്നാലേ നമ്മളിത് ഉരുട്ടിയാൽ ശരിയാവുള്ളൂ. എന്നിട്ട് കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇത് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു കാഷ്യൂനട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ലഡു തയ്യാറായിട്ടോ.
ഇതുപോലെ നമുക്ക് ഓരോന്നും ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.